ബർത്ത്ഡേ അല്ലേടെ ഇന്നേലും കുടി. ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കുടിക്കാത്തത്. അളിയാ, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് മുഖംമൂടി ഇട്ട് രണ്ട് കള്ളന്മാര് വന്ന് എന്നെ ഇവിടെ കെട്ടിയിട്ട് ഈ വീട് ഫുൾ അരിച്ച് പറക്കിട്ട് എന്റെ മോതിരം മാത്രം എടുത്തോണ്ട് പോയി. ഓ എന്തൊരു തള്ളളിയാ. ഹാപ്പി ബർത്ത്ഡേ അളിയാ. ഇതെന്റെ മോതിരമല്ലേ? എടാ നീയൊക്കെ ഇരുന്നല്ലടാ. ഇതാരടാ? ഇത് നമ്മളല്ല, അതായത് നമ്മളല്ലെന്ന് നമ്മൾ ഇറങ്ങി പോണത് നീ കണ്ടേയില്ലേ? നമ്മ കണ്ണാടിയെ കൊണ്ടായിരുന്നത് വേറെ ആരാണ്? എടാ അമ്മമാർക്ക് വേണ്ടത് ഈ മോതിരമാണ്. ഓ എന്റെ പേട്ട് മോനെടുക്കാനല്ലേ അമ്മാരോ. ബോസിന് എന്തിനാ ഈ ലൈറ്റ് കത്തുന്ന മോതിരം? ഓ ഷിറ്റ്, നിങ്ങളെ ഞാൻ സൂക്ഷിക്കണം. ഇതൊരു സാധാരണ മോതിരമല്ല. എനിക്കിപ്പോ ഈ മോതിരത്തെ പറ്റി എല്ലാം അറിയാം. ഇതൊരു സാധാരണ മോതിരമല്ല. ഇറ്റ്സ് എ പവർ റിംഗ്. യു മീൻ സൂപ്പർ പവർ? ഏതാണ്ട് സൂപ്പർ പവർ പോലെയൊക്കെ തന്നെ. ആ മോതിരം ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവന്റെ ബ്രെയിനുമായി കണക്ട് ആയിട്ടുണ്ടാവും. കണക്ട് ആയ കണക്ട് ആവുന്ന ഒരു ബ്ലൂടൂത്താ. എടാ അങ്ങനെയല്ല, ഈ മോതിരത്തെ പറ്റി ഇതിനു മുമ്പ് എന്റെ അടുത്ത് ആരോ പറഞ്ഞു തന്നിട്ടുള്ള പോലെ. ആ മോതിരം എത്രത്തോളം നേരം അവന്റെ ഇരിക്കുന്നോ അത്രത്തോളം ശക്തനാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ മോതിരം കൈക്കലാക്കണം. അതെങ്ങനെ അവന്റെ നടക്കും എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ മോതിരം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എനിക്കിപ്പോ ഈ മോതിരത്തെ പറ്റി ഒരുപാട് അറിയാം. പക്ഷെ അത് നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളിവിടെ നടന്നതൊക്കെ കണ്ടേയില്ലേ? എടാ അതൊക്കെ നമ്മള് കണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനാ? എടാ അത് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ കാണിച്ചു തരാം. ഓർബിറ്റ് സി, ഇതൊരു കൊച്ചു പയ്യനല്ലേ, നമുക്കൊന്ന് വിരട്ടി നോക്കിയാലോ, ചിലപ്പോ ഇങ്ങ് തരും. നിങ്ങളിവിടെ നിന്നാൽ മതി. നമ്മളിവിടെ വന്നത് നിന്റെ കിടക്കുന്ന ഈ മോതിരം എടുക്കാനാണ്. ഇതാ നീ ആയിട്ട് തരുന്നോ? എന്നാ എടുത്തോ. അല്ല അങ്ങനെയല്ല, ഞാൻ ഭീഷണിപ്പെടുത്തിട്ട് തന്നാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ചോദിച്ചങ്ങ് തരുമെന്ന്. സച്ച് എ സ്വീറ്റ് ബോയ്. അടി കൊണ്ട് നീ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് മോതിരത്തിന്റെ പവർ തന്നെയാ. എനിക്ക് ഈ മോതിരം എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ? അപ്പൂപ്പ മരിച്ചപ്പോ അമ്മൂമ്മ വന്നത്. എന്റെ വീട്ടിലുണ്ട് ഒരപ്പൂപ്പൻ. അങ്ങനെയാണെങ്കിൽ ചാവത്തുമില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ഒട്ടും സമാധാനം കൊടുക്കത്തുമില്ല. എനിക്കറിയാമോ, ഒരു ബീഡിക്കുറ്റി വരും. വേണ്ട. ഞങ്ങളെ മര്യാദയ്ക്ക് അഴിച്ചു വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതിനെയും കാട്ടി വലിയ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്നത്. അല്ലേ ഓർബിറ്റ് സി? ഓർബിറ്റ്? അതെ, ഞാൻ ഓർബിറ്റ് ബി, ഇത് ഓർബിറ്റ് സി. എന്തോന്ന് പേരുടേത്? അതെ, ഞങ്ങളുടെ ബോസ് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. വി ആർ ഓർബിറ്റ്സ്. ആരാണ് നിങ്ങളെ ബോസ്? ഞങ്ങളുടെ ബോസിന്റെ പേര് ഓർബിറ്റ് സി. അരുത്, നമ്മുടെ ബോസിന്റെ പേര് ഇപ്പോൾ റിവീൽ ചെയ്യരുത്. നമ്മുടെ ബോസിന് പിന്നീട് ഒരു മാസം എൻട്രി ഉള്ളതാ. മാസം എൻട്രിയാ? ഉമർ എന്താ പറയുന്നത്? അതെ, നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ബോസ് വരും. ഞങ്ങൾ അന്വേഷിച്ച് വന്നില്ലെങ്കിലും ഈ മോതിരം അന്വേഷിച്ച് ബോസ് ഉറപ്പായിട്ടും വരും. അയ്യേ, അത് കീറിയിരിക്കുന്നു, പുറത്തൊന്നിട്. എന്തായി, റിങ് കിട്ടിയോ? കിട്ടി. മോതിരം മാത്രമല്ല, കൂടെ രണ്ട് പൊട്ടന്മാരെയും കിട്ടി. എടാ നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. ആ മോതിരം അവന്മാരെ കൊടുത്ത് അവന്മാര് വെറുതെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഈ പൊട്ടന്മാരെ വേണമെങ്കിൽ വെറുതെ വിടാം. പക്ഷെ ഈ മോതിരം അത് എന്റെ കയ്യിൽ തന്നെ കിടക്കും. നിന്നെ പോലുള്ള കൊച്ചു പിള്ളേരോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നീ ആയിട്ട് തരുന്നോ അത് ഞാൻ വന്നെടുക്കണം? തനിക്കൊന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ താവന്ന് കേട്ടോ. എടാ നിനക്ക് എന്നെ പറ്റി അറിയില്ല. ഞാൻ അവിടെ വന്ന ആ മോതിരത്തിന്റെ കൂടെ നിന്റെ കയ്യും കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. എങ്കിൽ വാ, ഐ എം വെയിറ്റിംഗ്. ഓ, കയ്യൊക്കെ വിട്ടാ ഇങ്ങേരാരടേ? എങ്ങാനും വിട്ടു. ഇയാളൊന്ന് ചുമ്മാ ഇരിക്കുവോ? കൈയൊന്നും വെട്ടത്തില്ലായിരിക്കും.
വല്ല വിരലാറ്റം വെട്ടിക്കൊണ്ട് പോയിരിക്കും. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മളെ മോതിരം ഉണ്ടല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ മോതിരമുള്ള കാര്യം അയാൾക്കറിയാം. എനിക്കിതിൻ്റെ ശക്തിയൊക്കെ മനസ്സിലായെന്നോ അയാൾക്കറിയാം. പിന്നെ എന്ത് ധൈര്യത്തിലായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത്? ഞാൻ അതല്ല ആലോചിക്കുന്നത്. നിന്റെ ഈ മോതിരം ഉണ്ടെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം? അതാ ഓർബിറ്റുകൾ പറഞ്ഞാണ്. അതിന് അവന്മാരെ ഇയാളല്ലേ പറഞ്ഞിട്ട്. ഇനി അയാൾ വല്ല ഇലുമിനാണ്ടി ആയിരിക്കോ? അല്ല, ഞങ്ങളുടെ boss Illuminati അല്ല. അവന്മാരെ വായിക്കത്തല്ല തുണി കുത്തി കെട്ടിട്ട് വന്നാണ്. വാ പറയാം. ഈ തുണി നിന്റെ കണ്ണാക്കി കുത്തിക്കട്ടെ, അല്ലെങ്കിൽ നീ കൂടെ അലച്ചോണ്ടിരിക്കും. താങ്കളൊട്ടും പ്രൊഫഷണൽ അല്ലേ? ഈ തുണിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം മുട്ടി മരിക്കൂലേ? ആ ടേപ്പെങ്ങാനും എടുത്ത് ഒട്ടിച്ചാ പോരെ. ഒരവസരം കൂടി ഞാൻ നിനക്ക് തരാം. നീ ആയിട്ട് ആ മോതിരം തിരിച്ചു തരുന്നു, അതോ ഞാനായിട്ട് അത് വാങ്ങണോ? ഡാ നമ്മക്കൂടെ ഇറങ്ങി അടിച്ചാലാ? അല്ലേ വേണ്ട കേട്ടാ, അവൻ നോക്കിക്കോളും. അപ്പൊ എങ്ങനെയാ ബോസേ? അന്വേഷിച്ചു വന്ന മോതിരം കിട്ടിയില്ല, കയ്യിലുണ്ടായിരുന്ന മോതിരം പോയി കിട്ടി. ഇനി തന്നെ കൊണ്ട് ഞങ്ങളെ എതിർക്കാൻ പറ്റില്ലെന്ന് തനിക്കറിയാം. അതുകൊണ്ട് ഈ കൊച്ചു പിള്ളേർ മുമ്പ് കിടന്ന് നാണം കെടാതെ ഈ പൊട്ടന്മാരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. സൂര്യ, ഇതൊന്നും ഇവിടെ തീർന്നെന്ന് നീ വിചാരിക്കണ്ട. ആ മോതിര നിലയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇവൻ പോയില്ലേ? ഇറങ്ങി പോടാ. എന്തൊക്കെ ബാളാന്ന് ഓർബിറ്റ് ഈ മോതിരം എടുക്ക പോകുന്നു, പിടിച്ചുറിക്കുന്നു, അവസാനം ഉള്ള കയ്യിലിരുന്ന മോതിരം കൊണ്ടുള്ള. നമുക്കിത് വേണ്ട. അയാൾ പറഞ്ഞ നീ കേട്ടില്ലേ? ഇത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ സമാധാനം കാണില്ല. എടാ, ഒന്നെങ്കിൽ നീ ഇത് കൊണ്ടുപോയി കളെ, അല്ലെങ്കിൽ നശിപ്പിക്കും. പോട്ടാ. எங்கடா அந்த மோதிரம்? തമിഴാ? ஆமா தமிழ் தான். உன்கிட்ட அந்த மோதிரம் இருக்குன்னு எனக்கு தெரியும். அது நீயே என் கையில கொடுத்தா உனக்கு நல்லது. അതിന് എന്റെ കൈ മോതിരം ഒന്നും ഇല്ലല്ലോ. பாஸ் அவ சொன்னது சரிதான், அவன் கையில மோதிரம் கிடையாது. அருவை கட்ட முண்டமே, எனக்கு கண்ணு தெரியும். ഓ, ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കും.